നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ചോയ്സ് വെഡ്ഡിംഗ് കാസൽ. ആഘോഷങ്ങളിൽ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മികവുറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പു നൽകുന്നു. ചോയ്സ് വെഡ്ഡിംഗ് കാസൽ, എടപ്പാൾ. തിരുവോര കച്ചവടക്കാരെ പുനരധിവസിച്ചത് സംബന്ധിച്ച് കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ പോര്. വർഷങ്ങളായി പൊന്നാനി കുണ്ടോട് ജംഗ്ഷനിൽ തെരുവ് കച്ചവടം നടത്തിയവരെ മാറ്റിയത് സംബന്ധിച്ച് രാഷ്ട്രീയ വാദപ്രതിവാദത്തിന് ഇന്ന് കൌൺസിൽ യോഗം സാക്ഷ്യം വഹിച്ചു. പൊന്നാനി കുണ്ടോട് ജംഗ്ഷൻ ക്ലീൻ സിറ്റിയാക്കുന്നതിന്റെ ഭാഗമായാണ് ഇവരെ മാറ്റിയതെന്നും 9 കച്ചവടക്കാർക്ക് ID കാർഡ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനം നഗരസഭയാണ് ഒരുക്കിയതെന്നും നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വിശദീകരിച്ചു. പബ്ലിക് നോയിസൻസ് അഥവാ പൊതുശല്യമായി മാറുന്ന തരത്തിൽ പൊതു ഇടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവ കയ്യേറിക്കൊണ്ടുള്ള ഈ തെരുവോര കച്ചവടം നഗരസഭ അനുവദിക്കുന്നതല്ല. ഇത് സംബന്ധിച്ച് സ്റ്റേറ്റ് വെൻഡിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഒക്കെ എടുത്തു വരുന്ന നിലപാട് സ്ട്രീറ്റ് വെൻഡിംഗ് ഏരിയ നിശ്ചയിച്ചുകൊണ്ട് അവരെ പുനരുദ്ധരിപ്പിക്കുകയാണ്. ആ ഒരു അർത്ഥത്തിലാണ് ശക്തി തിയേറ്റർ മുതൽ അങ്ങോട്ട് തെക്കോട്ടൊക്കെയുള്ള മേഖലകളിൽ അതുപോലെ മറ്റനുബന്ധമായിട്ടുള്ള സൗകര്യങ്ങൾ പിന്നീട് നമുക്ക് കൂടുതൽ ഒഴിപ്പിക്കലുകൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഏരിയ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉൾപ്പെടെ നമ്മൾ ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളെയും നമുക്ക് പുനരധിവസിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആരുടെയും തൊഴിൽ നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു നഗരത്തിന്റെ മുഖം കൂടുതൽ നഗരത്തിന്റെ മുഖം കൂടുതൽ എന്താ പറയുക മനോഹരമാക്കുന്ന ഒരു പ്രവർത്തനം കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. ആളുകൾക്ക് ഇവിടെ എപ്പോഴും കച്ചവടം ചെയ്യുന്നതിന് പകരം അത്തരം കാര്യങ്ങൾക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് സ്ട്രീറ്റ് വെൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് നിയമാനുസൃതം തന്നെ ആളുകൾക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിനോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഭരണസഭയ്ക്കുള്ളത്. ഇതിൽ രാഷ്ട്രീയമുണ്ടെന്നും CITU അനുഭാവികളെ മാത്രം തെരഞ്ഞെടുപ്പിച്ചുകൊണ്ടാണ് പുനരധിവസിപ്പിച്ചതെന്നും മറ്റുള്ളവരെ നഗരസഭ അവഗണിച്ചെന്നും പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയവും വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന വെൻഡിംഗ് കമ്മിറ്റിയുടെ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് 9ഓളം കച്ചവടക്കാർക്കാണ് അവരെ പുനരധിവസിപ്പിക്കുന്നതിനാണ് തീരുമാനം ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഞങ്ങളാരും അത്തരം പ്രവൃത്തിയെ ഒരു നാട് ശുചീകരിക്കുന്നതിനെ, പ്രത്യേകിച്ച് ഒരു ജംഗ്ഷൻ ശുചീകരിക്കുന്നതിനെ ആരും എതിർക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ സൗന്ദര്യവൽക്കരണം ഒക്കെ അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഏകപക്ഷീയമായ രൂപത്തിൽ അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ മാറുന്നുണ്ട് എന്നുള്ള വിമർശനമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ കൗൺസിൽ മുമ്പാകെ പറയാനുള്ളത്. കാരണം 30ഓളം ആളുകൾ അവിടെ നിന്ന് ഒഴിപ്പിച്ചിരിക്കെ, 30ഓളം കച്ചവടക്കാരെ ഒഴിപ്പിച്ചിരിക്കെ 9 പേർക്ക് മാത്രം പുനരധിവാസം ഉറപ്പുവരുത്തുക, അത് ആ 9 പേരും CITU-കാരായിരിക്കുക എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിരവധി പേർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വിഷയത്തിൽ നിയമത്തിനപ്പുറത്തേക്ക് പൊന്നാനി നഗരസഭക്കായിട്ട് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ നഗരസഭകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഉള്ളതുപോലെ തന്നെയാണ് നഗരസഭക്കും ഉത്തരവുള്ളത്. ജംഗ്ഷൻ കേന്ദ്രീകരിച്ചാണ് സാധാരണ തെരുവോര കച്ചവടങ്ങൾ നടക്കാറുള്ളത്. അവരെ ഏതെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കുക എന്നതല്ല അതിൻ്റെ ന്യായം എന്ന് പറയുന്നത്. അതുകൊണ്ട് നീതി നടപ്പിലാക്കണം. എല്ലാവർക്കും കൃത്യമായ രൂപത്തിൽ അവിടെ ആരൊക്കെയാണോ നോട്ടീസ് കൊടുത്ത് ഒഴിപ്പിച്ചത് അവർക്കൊക്കെ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്ന രൂപത്തിൽ പുനരധിവാസം ഉറപ്പുവരുത്തണമെന്നാണ് ആ വിഷയത്തിൽ പറയുന്നത്. രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും മുൻകാലങ്ങളിൽ ലഭിച്ച ID കാർഡിന്റെ അടിസ്ഥാനത്തിലാണ് പുനരധിവസിപ്പിച്ചതെന്നും ഇനിയും അപേക്ഷ നൽകിയാൽ കച്ചവടക്കാർക്ക് ID കാർഡ് നൽകുമെന്നും നഗരസഭാ സെക്രട്ടറി സജറൂണും വിശദീകരിച്ചു. അനുയോജ്യമായ സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ലക്ഷ്യത്തിൽ തന്നെ അവരെ പുനരധിവസിപ്പിക്കും. ഈ 9 ID കാർഡുള്ള ആളുകളാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ കോവിഡ് ആ കാലഘട്ടത്തിലും അതിന് മുമ്പും അതിനുശേഷവുമുള്ള കാലഘട്ടത്തിലൂടെ തെരുവ് കച്ചവടക്കാരായി അവർ വന്നിട്ടുള്ള ആളുകൾക്കാണ് ആ ID കാർഡ് കിട്ടിയിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ ആളുകളും അവർ ഈ പറഞ്ഞതുപോലെ ഒരു വിഭാഗം ആളുകൾ മാത്രമാണോ എന്നുള്ളത് പറയുമ്പോൾ എന്നെ കാണാൻ വേണ്ടി 2 വിഭാഗത്തിലുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ആ 2 വിഭാഗത്തിലുള്ള ആളുകളുടെ കൂടെയും ഈ ID കാർഡുള്ള തൊഴിലാളികൾ ഉണ്ടായിരുന്നു.
അപ്പോൾ ഒരു വിഭാഗക്കാർക്ക് ഏകപക്ഷീയമല്ല. രണ്ടാമത്തെ ആളുകൾ വന്നപ്പോൾ അവരോടൊപ്പവും ഈ ID കാർഡുള്ള തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അപ്പോ എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾ നേരത്തെ ഇരുന്ന ഏതാണ്ട് 2016-15 ആ ഒരു കാലഘട്ടത്തിലൂടെ നടപടിക്രമങ്ങളിലൂടെ വന്ന് നിയമപരമായി നേടിയിട്ടുള്ള ആളുകളാണ്, അവരെയാണ് നമ്മൾ പുനരധിവസിപ്പിക്കുന്നത്.